ഹായ് ഓൾ, നമുക്ക് മൊഡ്യൂൾ 2ലേക്ക് കിടക്കാം. ആദ്യം കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂൾ മെയിനായിട്ട് ഫൗണ്ടേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഫൗണ്ടേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനെ സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ പോർഷൻ ബിലോ ദ ഗ്രൗണ്ട് ലെവൽ, അല്ലേ? ഗ്രൗണ്ട് ലെവലിന് താഴോട്ടുള്ള പോർഷന് നമുക്ക് ഫൗണ്ടേഷൻ എന്ന് പറയും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ നോട്ട് വായിച്ച് പോകാം. എവറി ആർ സി സി സ്ട്രക്ചർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ്. എല്ലാ ആർ സി സി സ്ട്രക്ചറും നമുക്ക് 2 പാർട്ടായിട്ട് തിരിക്കാം. ഒന്ന് സൂപ്പർ സ്ട്രക്ചർ, ഒന്ന് സബ് സ്ട്രക്ചർ. അപ്പോൾ ഈ സബ് സ്ട്രക്ചർ എന്ന് പറയുന്ന വേറൊരു പേരാണ് ഫൗണ്ടേഷൻ, അല്ലേ? അതായത് ഗ്രൗണ്ട് ലെവലിന് മേലെയുള്ളത് സൂപ്പർ സ്ട്രക്ചറും ഗ്രൗണ്ട് ലെവലിന് താഴോട്ടുള്ളത് സബ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഫൗണ്ടേഷൻ്റെ പേർപ്പസ് എന്താണെന്നുള്ളത് നോക്കാം. എന്തിനാണ് മെയിനായിട്ട് ഫൗണ്ടേഷൻ? ടു സേഫ്ലി ട്രാൻസ്മിറ്റ് ദ ലോഡ്സ് ആൻഡ് മൊമെൻറ്റ്സ് ഫ്രം ദ സൂപ്പർ സ്ട്രക്ചർ ടു ദ സോയിൽ, അല്ലേ? സേഫായിട്ട് സൂപ്പർ സ്ട്രക്ചറിലെ ലോഡിനെ സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഫൗണ്ടേഷൻ്റെ ഫങ്ഷൻ, അല്ലേ? അപ്പം ആ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ട്രാൻസ്ഫർ ചെയ്യുമ്പം ആ സോയിൽ ഉണ്ടാവുന്ന പ്രഷർ എന്ന് പറയുന്നത് ആ സോയിലിൻ്റെ സേഫ് ബിയറിംഗ് കപ്പാസിറ്റിനേക്കാളും കൂടാൻ പാടില്ല. അതായത് ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്ന പ്രഷർ ആ സോയിലിൻ്റെ സേഫ് ബിയറിംഗ് കപ്പാസിറ്റിനേക്കാളും കൂടാൻ പാടില്ല. അപ്പോൾ അത് ചെക്ക് ചെയ്യണം. അതായത് സേഫായിട്ട് ആ സൂപ്പർ സ്ട്രക്ചർ എന്നുള്ള ലോഡ് സബ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഫൗണ്ടേഷനിലേക്ക് അല്ലെങ്കിൽ സോയിലിലേക്ക് ഫൗണ്ടേഷനിലൂടെ ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, അതാണ് അവിടെ നടക്കുന്നത്. അതായത് ഫൗണ്ടേഷൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൂപ്പർ സ്ട്രക്ചറിൻ്റെ ലോഡിനെ സേഫായിട്ട് സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്. രണ്ടാമത്തത് ടു എൻഷുവർ സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു പെർമിസിബിൾ സെറ്റിൽമെൻറ്റ്. ഒന്ന് സേഫ്റ്റി എൻഷുർ ചെയ്യുക എന്നുള്ളത്, അതായത് ഉറപ്പിക്കുക, സേഫ്റ്റി ഉറപ്പിക്കുക. എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ട്? വിത്ത് റെസ്പെക്ട് ടു പെർമിസിബിൾ സെറ്റിൽമെൻറ്റ്, അതായത് സെറ്റിൽമെൻ്റ് ആവാതെ, അതായത് ഫൗണ്ടേഷൻ താന്നു പോവാതിരിക്കാൻ നമ്മളതിൻ്റെ സേഫ്റ്റി ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഒന്ന് ടിൽറ്റിങ് ഇൻ വൺ ഡയറക്ഷൻ, അതായത് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു പോവാം ഫൗണ്ടേഷൻ. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനും സേഫ് ആണോ എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യും. ഓവർ ടേണിങ്, അതായത് സോയിലിലേക്ക് വരുന്ന മൊമെൻറ്റ്, അതായത് ആ ഫൗണ്ടേഷൻ്റെ ബോട്ടത്തിലേക്ക് വരുന്ന മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിൻ്റെ അകത്ത് ഉണ്ടാവണം. അതായത് അതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മറിച്ചിടാൻ, അതായത് ആ ഫൗണ്ടേഷൻ മറിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ട് ഈ ഓവർ ടേണിങ് മൊമെൻറ്റ് വരുമ്പോൾ. അപ്പോൾ അതിനെതിരെ സേഫായിട്ട് നിൽക്കാനുള്ള കാര്യങ്ങൾ നമ്മളിതിൽ ചെക്ക് ചെയ്യും. പിന്നെ അപ്ലിഫ്റ്റ് പ്രഷർ, അതായത് സോയിലിൻ്റെ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ. അപ്പോൾ ഈ കേസസിലൊക്കെ അതായത് സെറ്റിൽമെൻറ്റ് ഇല്ലാതിരിക്കണം, ഒരു ഡയറക്ഷനിൽ ചെരിഞ്ഞു പോകാതെ, ടിൽറ്റിങ് ഇല്ലാതിരിക്കണം, ഓവർ ടേണിങ്, അപ്ലിഫ്റ്റ് പ്രഷർ, ഇതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവാനുള്ള ടെൻഡൻസി ഉണ്ടാകുമ്പോഴും അതിനെ സേഫായിട്ട് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ ഫൗണ്ടേഷൻ ആവണം. ഓക്കെ, അതായത് ഫൗണ്ടേഷൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സൂപ്പർ സ്ട്രക്ചറിലുള്ള ലോഡിനെ സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, രണ്ടാമത് വിവിധ രീതിയിൽ ഫെയിലിയർ വരാം, അല്ലേ? സോയിലിൽ വിവിധ രീതിയിലുള്ള ഫെയിലിയർ വരാം, അതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യുകയും വേണം ഫൗണ്ടേഷൻ. അപ്പോൾ അതാണ് മെയിനായിട്ട് ഫൗണ്ടേഷൻ്റെ പർപ്പസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൗണ്ടേഷൻസ്. ഇപ്പോൾ നമ്മളൊരു സ്ട്രക്ചറിൽ ഏത് ടൈപ്പ് ഫൗണ്ടേഷനാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഏത് ഫൗണ്ടേഷനാണ് കൊടുക്കേണ്ടതെന്നുള്ള തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്യും. ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഏത് ടൈപ്പ് ഫൗണ്ടേഷനാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഫൂട്ടിംഗ് ആണ് ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് കൊടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. ഓക്കെ, അപ്പം അതിൽ ഒന്നാമത്തത് ഏത് ടൈപ്പ് സ്ട്രക്ചർ ആണെന്നുള്ളത്. അതായത് ഇപ്പം ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ആണോ, അല്ലെങ്കിൽ ഇപ്പം മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് ആണോ, അല്ലെങ്കിൽ ഡബിൾ സ്റ്റോറി ആണോ, ഹൗസിംഗ് പേർപ്പസിന് വേണ്ടിയുള്ളതാണോ, അങ്ങനെ ഏത് ടൈപ്പാണ് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഫൗണ്ടേഷൻ തീരുമാനിക്കും. ഓക്കെ, പിന്നെ രണ്ടാമത് വരുന്നത് അതിൻ്റെ ലോഡ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നതെന്ന് നോക്കിയിട്ട്, അതായത് ഇപ്പം എക്സെൻട്രിക്കലി ആണോ ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്, അല്ലെങ്കിൽ ആക്സിലി ആണോ ലോഡ് താഴോട്ട് വരുന്നത് എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യും. പിന്നെ ആ സോയിലിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട് ഏത് ടൈപ്പ് സോയിലാണ് നമ്മൾ ആ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ഥലത്തുള്ളത്, അതുപോലെ തന്നെ ആ സോയിലിൻ്റെ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എത്രമാത്രം വരുന്നുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഉള്ളത് ആ സോയിലിൽ വാട്ടർ ടേബിൾ സോയിലിൻ്റെ ലെവലിനോട് ചേർന്ന് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എത്ര ആഴത്തിലാണ് ആ വാട്ടർ ടേബിൾ വരുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യും. അതായത് വാട്ടർ ടേബിൾ അതിനോട് ചേർന്ന് ആ ഗ്രൗണ്ട് ലെവലിനോട് ചേർന്നിട്ടുണ്ടോ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഫൗണ്ടേഷൻസ് സെലക്ട് ചെയ്യും. ഇതാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ, ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ കൊടുക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പം കുറച്ച് ടൈപ്സ് ഉണ്ട്, നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്.
അപ്പോൾ ഏതൊക്കെയാണ് ടൈപ്സ് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. അപ്പം മെയിനായിട്ട് 2 ടൈപ്പായിട്ട് നമുക്ക് ഫൗണ്ടേഷൻസിനെ തിരിക്കാം. ഒന്ന് ഷാലോ ഫൗണ്ടേഷൻസും ഒന്ന് ഡീപ്പ് ഫൗണ്ടേഷൻസും. ഓക്കെ, അപ്പോൾ ഷാലോ ഫൗണ്ടേഷൻസിൽ വരുന്നത് ഏതൊക്കെയാണെന്നുള്ള ജസ്റ്റ് നോക്കി പോവാം. ഐസൊലേറ്റഡ് ഫൂട്ടിങ്സ്, കമ്പൈൻഡ് ഫൂട്ടിങ്സ്, കണ്ടിന്യൂസ് ഓർ വാൾ ഫൂട്ടിങ്സ് അല്ലെങ്കിൽ സ്ട്രിപ്പ് ഫൂട്ടിങ്സ് എന്ന് പറയും. പിന്നെ സ്ട്രാപ്പ് ഫൂട്ടിങ്സ്, റാഫ്റ്റ് ഓർ മാറ്റ് ഫൂട്ടിങ്സ്. ഈ 5 എണ്ണമാണ് ഷാലോ ഫൗണ്ടേഷനിൽ വരുന്നത്. ഓക്കെ, പിന്നെ പൈൽ ഫൗണ്ടേഷനും വെൽ ഫൗണ്ടേഷൻ ഡീപ്പ് ഫൗണ്ടേഷൻ്റെ കേസിൽ വരുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഫൗണ്ടേഷൻ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? ഷാലോ ഫൗണ്ടേഷനും ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഷാലോ ഫൗണ്ടേഷനിൽ ഒരു 5 ടൈപ്പ് ഫൂട്ടിങ്സ് വരുന്നുണ്ട്. അതേപോലെ ഡീപ്പ് ഫൗണ്ടേഷനിൽ 2 ടൈപ്പ് ഫൂട്ടിങ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എന്തിൻ്റെ ബേസിസിലാണ് ഡീപ്പും ഷാലോ ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇഫ് DF ലെസ് ദാൻ ഓർ ഈക്വൽ ടു B, ദ ഫൗണ്ടേഷൻ ഈസ് ഷാലോ. DF എന്ന് പറയുന്ന ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ആണ്. ഓക്കെ, ആ ഫൗണ്ടേഷൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ആ ഫൗണ്ടേഷൻ്റെ വിഡ്ത്തിനേക്കാളും കുറവോ അല്ലെങ്കിൽ ഈക്വലോ ആണെങ്കിൽ ആ ഫൗണ്ടേഷന് ഷാലോ എന്ന് പറയാം. അല്ലെങ്കിൽ DF/B റേഷ്യോ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വരുവാണെങ്കിൽ ആ ഫൗണ്ടേഷൻ ഷാലോ ഫൗണ്ടേഷനാണ്. ഓക്കെ, ഷാലോ എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ അധികം ഡെപ്ത് ഉണ്ടാവില്ല. ഓക്കെ, അതിൻ്റെ ബ്രെഡ്ത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഡെപ്ത് വളരെ കുറവായിരിക്കും. ഓക്കെ, അതാണ് ഷാലോ ഫൗണ്ടേഷൻ. പിന്നെ വേറൊരു ടൈപ്പ് അതിൽ മോഡറേറ്റ്ലി ഡീപ്പ് ഫൗണ്ടേഷൻ. ഡീപ്പ് ഫൗണ്ടേഷനിൽ തന്നെ നമുക്ക് മോഡറേറ്റ്ലി ഡീപ്പ് എന്ന് പറഞ്ഞിട്ടും ഡീപ്പ് എന്ന് പറഞ്ഞിട്ടും വേണമെങ്കിൽ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ മോഡറേറ്റ്ലി ഡീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് DF/B റേഷ്യോ ഈസ് ഇൻ ബിറ്റ്വീൻ 1 and 15. ഓക്കെ, DF/B റേഷ്യോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ ഷാലോ ഫൗണ്ടേഷൻ ആണ്. ബിറ്റ്വീൻ 1 and 15 ആണ് ആ റേഷ്യോ വരുന്നെങ്കിൽ അതിനെ മോഡറേറ്റ്ലി ഡീപ്പ് ഫൗണ്ടേഷൻ നമുക്ക് പറയാം. അതിന് വേണമെങ്കിൽ എക്സാമ്പിൾ വെൽ ഫൗണ്ടേഷനും പറയാം. ഓക്കെ, ഇനി ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പം ഇഫ് DF/B ഈസ് ഗ്രേറ്റർ ദാൻ 15 ആണ് DF/B റേഷ്യോ വരുന്നെങ്കിൽ അതിനെ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയാം. അത് പൈൽ ഫൗണ്ടേഷൻ ആണ് വരുന്നത്. ഓക്കെ, ശരിക്കും ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ പൈലും വെല്ലും അതിൽ വരുന്നതാണ്. ആ ഡീപ്പ് ഫൗണ്ടേഷൻ നമുക്ക് വേണമെങ്കിൽ ഒന്ന് 2 ആയിട്ട് തിരിക്കാം. ഓക്കെ, ജസ്റ്റ് തിരിക്കുന്നതേ ഉള്ളൂ. ഒന്ന് മോഡറേറ്റ്ലി ഡീപ്പ് ഫൗണ്ടേഷനും ഒന്ന് ഡീപ്പ് ഫൗണ്ടേഷൻ തന്നെ പറഞ്ഞിട്ട്. ഓക്കെ, വേറെ DF ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ, B എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ഫൂട്ടിംഗ്. ഓക്കെ, ഇത് ക്ലിയർ ആയോ? അതിൻ്റെ ടൈപ്സ് ഏതാണെന്നുള്ളതും അതുപോലെ എങ്ങനെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് ക്ലിയർ ആയോ? മെയിനായിട്ട് ഷാലോ ഫൗണ്ടേഷൻ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് തിരിക്കാം. അതിൽ സബായിട്ടുള്ള ഫൂട്ടിങ്സ് ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഷാലോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഡീപ്പ് എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതെന്നുള്ളത് നമ്മളിപ്പം നോക്കി. ഓക്കെ, നമുക്ക് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്താണെന്നുള്ളത് നോക്കാം. ആൻ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ഈസ് പ്രൊവൈഡഡ് ടു സപ്പോർട്ട് ആൻ ഇൻഡിവിജ്വൽ കോളം. ഐസൊലേറ്റഡ് എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക്. ഓക്കെ, അതായത് ഓരോ ഇൻഡിവിജ്വൽ കോളത്തിനും നമ്മൾ ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയും. ഓക്കെ, ആൻ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് മേ ബി സ്ക്വയർ, റെക്ടാങ്കുലർ ഓർ സർക്കിൾ. ഓക്കെ, സർക്കുലർ. അതിപ്പോൾ സ്ക്വയർ ഷേപ്പിലാവാം, ഐസൊലേറ്റഡ് റെക്ടാങ്കുലർ ആവാം, അതുപോലെ തന്നെ സർക്കുലർ ആവാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ആ ഫിഗർ ഒന്ന് നോക്കിക്കോ. ഇതാണ് അതിൻ്റെ ക്രോസ് സെക്ഷൻ ഫൗണ്ടേഷൻ. അതിൻ്റെ മേലെ കോളത്തിനെ സപ്പോർട്ട് ചെയ്ത് ഒരു ഫൂട്ടിംഗ് മാത്രം വരുന്ന കേസ്. ഓക്കെ, ഇതിപ്പോൾ ഒരു സ്ക്വയർ ഫൂട്ടിംഗ് ആണ്. കാരണം അതിൻ്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ A എന്നാണ്, രണ്ടും സെയിം ആണ്. ആ ഫൂട്ടിങ്ങിൻ്റെ പ്ലാൻ നോക്കുമ്പോൾ അതിൻ്റെ സെക്ഷൻ XX എന്ന് പറയുന്ന സെക്ഷനിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന സെക്ഷനാണ് മേലെയുള്ളത്. താഴെ അതിൻ്റെ പ്ലാനാണ്, സ്ക്വയർ ഫൂട്ടിംഗ് ആണ്. ഇതിൻ്റെ താഴെ ഒരു റെക്റ്റാങ്കുലർ ഫൂട്ടിങ്ങും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈഡ് ഒന്ന് ബിയും ഒന്ന് ഡിയും ആണ്. ബ്രെഡ്ത്തും അതുപോലെ തന്നെ അതിൻ്റെ അനദർ ഡയമെൻഷൻ D. ഓക്കെ, നെക്സ്റ്റ് വൺ സെക്കൻഡ് കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണ്. അപ്പോൾ കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ ആയിട്ടുള്ള കോളത്തിന് നമ്മൾ കൊടുക്കുന്ന ഫൂട്ടിംഗ് ആണ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഐസൊലേറ്റഡ് എന്ന് പറയുമ്പോൾ ഓരോ കോളത്തിനും ഓരോ ഫൂട്ടിംഗ് പറഞ്ഞു കൊടുത്തു അല്ലേ. ഇതിലാണെങ്കിൽ ഇപ്പോൾ 2 അല്ലെങ്കിൽ അതിലധികമോ കോളത്തിന് ഒരു ഫൂട്ടിംഗ് എന്നുള്ള രീതിയിലാണ് വരിക. ഓക്കെ, അതായത് ഈ ഫൂട്ടിങ് 2 അതിൽ അധികമോ കോളത്തിനെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഈ കോളം എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ലൈനിലായിരിക്കണം. ഓക്കെ, അതായത് സ്ട്രെയിറ്റ് ലൈൻ, ഒരേ ലൈനിലുള്ള
കോളത്തിന്, അതായത് 2 അതിലധികമോ വരുന്ന കോളത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫൗണ്ടേഷനാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ്. ഇതെപ്പോഴാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം 2 കോളം അടുത്തടുത്ത് വരുന്ന കോളത്തിൻ്റെ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യാം. അതായത് രണ്ടും വളരെ അടുത്തടുത്ത് വരുമ്പോൾ ഒരു ഫൂട്ടിങ്ങും മറ്റേ ഫൂട്ടിങ്ങും തമ്മിൽ ഓവർലാപ്പ് ചെയ്യാനുള്ള കേസുണ്ട്. രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായി രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഇൻഡിവിജ്വലായിട്ട് തന്നെ കൊടുക്കാതെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് കൊടുക്കുന്ന ടൈപ്പാണ് കമ്പൈൻഡ് ഫൂട്ടിങ്. ഓക്കെ, അപ്പോൾ ഈ കമ്പൈൻഡ് ഫൂട്ടിങ് 2 ടൈപ്പ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഒന്ന് റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ ട്രപ്പിസോയിഡൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറ്. ഇപ്പോൾ നമുക്കിവിടെ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു റെക്റ്റാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണ്. ഷേപ്പ് റെക്റ്റാങ്കുലർ ആണ്. ട്രപ്പിസോഡ് ആണെങ്കിൽ ട്രപ്പിസോഡൽ ഷേപ്പ് ആയിരിക്കും. ഇതിലിപ്പോൾ 2 കോളംസ് ഉണ്ട് അല്ലേ? ഈ ഒരു ഫൂട്ടിങ്ങിലേക്ക് ഫിഗർ നോക്കുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന സെക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്ലാനിൽ സെക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ കാണുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ജസ്റ്റ് നമുക്കിതൊന്ന് വായിച്ചു പോവാം. എ കമ്പൈൻഡ് ഫൂട്ടിംഗ് സപ്പോർട്ട്സ് 2 or more columns in a straight line. ഓക്കെ, ഇറ്റ് ഈസ് പ്രൊവൈഡഡ് വെൻ കോളംസ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. ഓക്കെ, ആ കോളം വളരെ ക്ലോസ് ആയിട്ട് വരുമ്പോൾ ദാറ്റ് ദർ ഇൻഡിവിജ്വൽ ഫൂട്ടിങ്സ് വുഡ് ഓവർലാപ്പ്. അതിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ ഫൂട്ടിങ് ഓവർലാപ്പ് ചെയ്യും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിളായിട്ട് വരാനുള്ള സാധ്യതയുള്ളത്. ഓക്കെ, എ കമ്പൈൻഡ് ഫൂട്ടിംഗ് മേ ബി റെക്റ്റാങ്കുലർ ഓർ ട്രപ്പിസോയിഡൽ ഇൻ പ്ലാൻ. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? ജസ്റ്റ് എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, മൂന്നാമത്തത് കണ്ടിന്യൂസ് ഫൂട്ടിംഗ്. ഓക്കെ, കണ്ടിന്യൂസ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ വാൾ ഫൂട്ടിംഗ് എന്ന് പറയും. ഇത് മെയിനായിട്ട് നമ്മൾ ലോഡ് ബിയറിംഗ് വാൾസിൻ്റെ അടിയിലാണ് പ്രൊവൈഡ് ചെയ്യുക സ്ട്രിപ്പ് ഫൂട്ടിംഗ്. ലോഡ് ബിയറിംഗ് വാൾസ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി നമ്മളെ വീടുകളൊക്കെ ലോഡ് ബിയറിംഗ് വാൾസ് ആയിരിക്കും മിക്കവാറും ഉണ്ടാവും അല്ലേ? അതിൻ്റെ അടിയിൽ കൊടുക്കുന്ന ഫൗണ്ടേഷൻ, അതായത് വാൾ ഇങ്ങനെ റൺ ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ താഴെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫൂട്ടിങ്ങും കൊടുത്തു പോകും. ഓക്കെ, അങ്ങനെ വരുന്ന, അല്ലെങ്കിൽ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് അടുത്തടുത്ത് വളരെ അടുത്തടുത്ത് കുറേ കോളംസ് ഉണ്ടെങ്കിൽ, ഒരു റോയിൽ അടുത്തടുത്ത് കുറേ കോളംസ് ഉണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫൂട്ടിങ് കൊടുത്തു പോകും. അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഫൂട്ടിങ് അല്ലെങ്കിൽ സ്ട്രിപ്പ് ഫൂട്ടിങ് അല്ലെങ്കിൽ വാൾ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് നമുക്കത് വായിക്കാം. എ സ്ട്രിപ്പ് ഫൂട്ടിംഗ് ഈസ് പ്രൊവൈഡഡ് നോർമലി ഫോർ ലോഡ് ബിയറിംഗ് വാൾസ്. ഇറ്റ് ഈസ് ഓൾസോ പ്രൊവൈഡഡ് ഫോർ എ row of column which are closely spaced that their footings overlap or nearly touch each other. In such a case, it is more economical to provide a strip footing than to provide any other footing in one line. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും ഇപ്പം കോളം ആണെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഓരോന്ന് കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു പോകുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ദ ഫൂട്ടിംഗ് യൂഷ്വലി ഹാസ് ട്വൈസ് ദ വിഡ്ത്ത് ആസ് ദ ലോഡ് ബെയറിംഗ് വാൾ. സംടൈംസ് ഇറ്റ് ഈസ് ഈവൻ വൈഡർ. അതായത് യൂഷ്വലി അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, ഫൗണ്ടേഷൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ആ ലോഡ് ബിയറിംഗ് വാളിൻ്റെ ട്വൈസ് ദ വിഡ്ത്ത് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലായിരിക്കും നോർമലി അതിൻ്റെ ഫൂട്ടിങ്ങിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഇതാണ് നമ്മളെ ഫിഗർ. വാള് മേലെ കൂടെ റൺ ചെയ്യുന്നുണ്ട്, അതിൻ്റെ താഴെ ഫൂട്ടിങ് വരും. ഇതാണ് അതിൻ്റെ സെക്ഷൻ. ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്തിട്ട് പോകും. ഓക്കെ, അതായത് ഈ സൈഡിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരും, ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് വരും. അതായത് ആ ലോഡ് ബെയറിംഗ് വാളിനനുസരിച്ച് അത് അതേ ലെങ്ത്തിൽ തന്നെ എന്തുണ്ടാവും, ഈ ഫൂട്ടിങ് ഉണ്ടാവും. ഓക്കെ, ഇത് ക്ലിയർ ആയോ പറഞ്ഞത്? അതായത് ലോഡ് ബെയറിംഗ് വാളിൻ്റെ അടിയിൽ കൊടുക്കുന്ന ഫൂട്ടിംഗ് ആണ് സ്ട്രിപ്പ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫൂട്ടിംഗ്. നെക്സ്റ്റ് വൺ സ്ട്രാപ്പ് ഫൂട്ടിംഗ് ആണ്. സ്ട്രാപ്പ് ഫൂട്ടിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് കമ്പൈൻഡ് ഫൂട്ടിംഗ് കൺസിസ്റ്റിംഗ് ഓഫ് 2 or more column footing connected by a concrete beam or strap beam. ഓക്കെ, ഇതിന് നമുക്കൊരു ടൈപ്പ് ഓഫ് കമ്പൈൻഡ് ഫൂട്ടിംഗ് തന്നെ പറയാം. ഇതിലെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഫൂട്ടിങ് തമ്മിൽ, അതായത് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫൂട്ടിങ്, ഇപ്പം ഫൂട്ടിങ് തമ്മിൽ നല്ല ദൂരം ഉണ്ടെങ്കിൽ ആ ഫൂട്ടിങ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബീം വെച്ച് കണക്ട് ചെയ്യും. ഓക്കെ, അതായത് സോയിൽ ടച്ച് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ബീം, അതിനെ നമുക്ക് സ്ട്രാപ്പ് ബീം എന്ന് പറയാം. സ്ട്രാപ്പ് ബീം വെച്ചിട്ട് ആ ഫൗണ്ടേഷൻസ് തമ്മിൽ കണക്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇതെന്താ അങ്ങനെ ചെയ്യുന്ന, ഒരു ബീം വെച്ചിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള കോളം ഫൗണ്ടേഷനിലൊക്കെ നമ്മൾ നോർമൽ കമ്പൈൻഡ് ഫൂട്ടിംഗ് കൊടുക്കുന്നത് എക്കണോമിക്കൽ ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു സ്ട്രാപ്പ് ബീം വെച്ച് കണക്ട് ചെയ്യും. പിന്നെ ഇത് യൂസ് ചെയ്യുന്ന സാഹചര്യം എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഫൂട്ടിങ്ങിൽ കോളത്തു നിന്ന് വരുന്ന ലോഡ് എക്സെൻട്രിക്കലായിട്ട് ആക്ട് ചെയ്യാം. അതായത് കറക്റ്റ് ആക്സിസിലൂടെ തന്നെ അല്ലെങ്കിൽ സെൻറ്ററിലൂടെ തന്നെ പാസ് ചെയ്യണമെന്നില്ല. കോളം കറക്റ്റ് ആ ഫൂട്ടിങ്ങിൻ്റെ സെൻറ്ററിലാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ
ചിലപ്പോൾ അത് ടിൽറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഫൗണ്ടേഷൻ ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ ഒന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വേറൊരു ഫൂട്ടിങ്ങിലേക്ക് നമ്മൾ ഇതിനെ ബീം വെച്ച് കണക്ട് ചെയ്യും, അതിനെ സ്റ്റേബിൾ ആക്കി നിർത്താൻ വേണ്ടി. അതായത് ഇതിൽ വരുന്ന ലോഡ് ആ ഫൂട്ടിങ്ങിലേക്കും കൂടി ട്രാൻസ്ഫർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോളത്തിൽ ഹെവി ലോഡ്സ് വരുന്ന കേസിൽ ഒന്നിൽ കുറവ് ഒന്നിൽ കൂടുതലൊക്കെ ആണെങ്കിൽ ആ കൂടുതൽ വരുന്ന ചിലപ്പം ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കേസ് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ വേറൊരു ഫൂട്ടിങ്ങിലേക്ക് ഈ സ്ട്രാപ്പ് ബീം വെച്ച് നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ ഓക്കെ അപ്പം ബാക്കി നമുക്ക് വായിക്കാം. ഇറ്റ് ഈസ് യൂസ് ടു ഹെൽപ്പ് distribute the weight of either heavily or eccentrically loaded column footing to adjacent footing. ഓക്കെ, അപ്പോൾ വേറൊരു ഫൂട്ടിങ്ങിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ ഈ ഫെയിൽ ആവാൻ സാധ്യതയുള്ള കോളത്തിൻ്റെ വെയിറ്റ് എന്ത് ചെയ്യും, ഈ കണക്ട് ചെയ്യുന്ന ഫൂട്ടിങ്ങിലേക്ക്, അതായത് ഇപ്പം ഫെയിൽ ആവാൻ ചാൻസ് ഉള്ള ഫൂട്ടിങ്ങിൽ വരുന്ന വെയിറ്റ് ഈ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഫൂട്ടിങ്ങിലേക്ക് ട്രാൻസ്ഫർ ആവും. ഓക്കെ, അപ്പോൾ അത് സേഫായി നിൽക്കുന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഫിഗർ. ഇപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം എക്സെൻട്രിക്കലി ലോഡഡ് കോളം എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡിൽ വരുന്ന കോളമാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫൂട്ടിംഗ് ആണ് താഴെ വരുന്നത്. അപ്പം ഇത് നോർമലി ഉള്ളൊരു ഫൂട്ടിംഗ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് നമ്മൾ സ്ട്രാപ്പ് ബീം വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതതിൻ്റെ സെക്ഷനാണ്. ഓക്കെ, ഇപ്പോൾ ഒരു കോളത്തിൽ എവിടെയാണ് എക്സെൻട്രിക്കലി ലോഡിങ് വരിക എന്നുള്ളത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ബൗണ്ടറി, ഇപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ അതിരിനോട് ചേർന്നിട്ട് ഇപ്പോൾ ഒരു കോളം വരുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിര് കടന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഫൗണ്ടേഷൻ നമ്മൾ ഈ ഒരു അതിരിന്ന് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ലിമിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് വരുന്ന രീതിയിൽ കൊടുക്കും ആ കോളത്തിനുള്ള ഫൗണ്ടേഷൻ. അപ്പോൾ അത് എക്സെൻട്രിക്കലി ലോഡഡ് ഫൂട്ടിംഗ് ആയി. ആ കോളം എക്സെൻട്രിക്കലായിട്ടാണ് ആ ഒരു ഫൂട്ടിങ്ങിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പം അവിടെ ഫെയിൽ ആവാനുള്ള ചാൻസ് ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വേറൊരു ഫൂട്ടിങ്ങിലേക്ക് നമ്മൾ ഇതിനെ സ്ട്രാപ്പ് ബീം വെച്ച് കണക്ട് ചെയ്ത് കൊടുക്കും. ക്ലിയർ ആണല്ലോ? ഫിഗറും ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പം ഈ ടൈപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു കണ്ടിന്യൂസ് സ്ലാബ് എന്നുള്ള രീതിയിൽ തന്നെ പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ലാർജ് കോൺക്രീറ്റ് സ്ലാബാണ്. അപ്പോൾ ആ ഒരു സ്ലാബിന് ഒരുപാട് കോളത്തിനെയോ അല്ലെങ്കിൽ വോളിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും. അപ്പം ശരിക്കും ഇത് സ്പ്രെഡായിട്ടാണുള്ളത്. ഓക്കെ, സ്പ്രെഡ് ചെയ്തിട്ട് ഈ ആ ബിൽഡിങ്ങിൻ്റെ പ്ലാനിനനുസരിച്ചിട്ട് അതിൻ്റെ സർഫസ്, ആ സോയിൽ സർഫസുമായിട്ട് സ്പ്രെഡായിട്ടാണ് ഈ ഒരു ടൈപ്പ് ഫൗണ്ടേഷൻ ഉണ്ടാവുക. ഓക്കെ, these are a large concrete slab which can support a number of columns and walls. Okay, the slab is spread out under the entire building or at least a large part of it. അതായത് ആ ബിൽഡിങ്ങിൻ്റെ അടിയിൽ ഫുള്ളായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓൾമോസ്റ്റ് അതിൻ്റെ 50% അധികമോ ഈ ഒരു ടൈപ്പ് ഫൗണ്ടേഷൻ സ്പ്രെഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ലാർജ് പാർട്ട് ഓഫ് ഇറ്റ് വിച്ച് ലോവേഴ്സ് ദ കോണ്ടാക്ട് പ്രഷർ. അതിപ്പം എന്താണ് ഈ സ്പ്രെഡ് ചെയ്ത് നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോയിലിലേക്ക് ആ സോയിലിലേക്ക് ടച്ച് ചെയ്യുന്ന ആ ഫൂട്ടിങ്ങിൻ്റെ ഏരിയ വളരെ കൂടുതലായിരിക്കും നമ്മൾ നോർമലി കൊടുക്കുന്ന ഐസൊലേറ്റഡിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം തന്നെ അതുകൊണ്ട് തന്നെ അതിലേക്ക് ഈ ഫൗണ്ടേഷൻ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കുറവായിരിക്കും. ഓക്കെ, വിച്ച് ലോവേഴ്സ് ദ കോണ്ടാക്ട് പ്രഷർ കമ്പയർഡ് ടു ദ ട്രഡീഷണലി യൂസ്ഡ് സ്ട്രിപ്പ് ഓർ ട്രെഞ്ച് ഫൂട്ടിങ്. അതായത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഐസൊലേറ്റഡ് ഫൂട്ടിങ് മുഖേന സോയിലിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനേക്കാളും കുറവായിരിക്കും നമ്മൾ ഈ രീതിയിലുള്ള മാറ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ റാറ്റ് ഫൗണ്ടേഷൻ കൊടുക്കുമ്പോൾ. ശരിക്കും അത് ആ ബിൽഡിങ്ങിൻ്റെ ഏകദേശം എൻ്റയർ ഏരിയ തന്നെ ആ ഫൂട്ടിങ് വരും. അപ്പോൾ അത്ര ഏരിയ വരുന്നതുകൊണ്ട് തന്നെ ആ സോയിലിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി കുറവുള്ള സാഹചര്യത്തിൽ നമുക്ക് റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. Okay, it is often used when the soil is weak as it distributes the weight of the building over the entire area of the building and not over smaller zones. ഓക്കെ, ഇത് എൻ്റയർ ഏരിയയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രഷർ കുറവേ വരുള്ളൂ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫിഗർ. ഫൂട്ടിംഗ് ആണ്, അതിൻ്റെ അകത്ത് കുറേ ഇൻഡിവിജ്വൽ കോളംസ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ റാഫ്റ്റ് ഫൗണ്ടേഷൻ്റെ ഫിഗർ. ഓക്കെ, നമ്മളപ്പം ഷാലോ ഫൗണ്ടേഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഡീപ്പ് ഫൗണ്ടേഷനിൽ വരുന്ന മെയിനായിട്ടുള്ളതാണ് പൈൽ ഫൗണ്ടേഷൻ. അപ്പോൾ അതെന്താണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കിയിട്ട് പോവാം.
Pile foundation is that type of deep foundation in which loads are taken to a low level by means of vertical members or piles which may be of timber, concrete or steel. ഓക്കെ, ഈ പൈൽ ഫൗണ്ടേഷനിലെ മെയിൻ പാർട്ടാണ് പൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ പൈൽസ് എന്ന് പറയുന്നത് കോൺക്രീറ്റോ സ്റ്റീലോ ടിമ്പറോ ഒക്കെ ആവാം. അപ്പം ഇപ്പം നമ്മൾ ഫൗണ്ടേഷൻ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ബിൽഡിങ്ങിന് ചെയ്യുമ്പോൾ ആ സോയിൽ എന്ന് പറയുന്നത് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി വളരെ കുറവുള്ള സോയിലാണെങ്കിൽ, അല്ലെങ്കിൽ ലൂസായിട്ടുള്ള സോയിലാണെങ്കിൽ, നമുക്ക് ഈ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു സ്ട്രാറ്റ നമുക്ക് ആ സർഫസിൽ അല്ലെങ്കിൽ സർഫസിനോട് ചേർന്നിട്ട് അവൈലബിൾ ആയിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെർട്ടിക്കലായിട്ടുള്ള മെമ്പേഴ്സ്, അതായത് പൈൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ പൈൽസിന് എന്ത് ചെയ്യും, ആ സോയിലൂടെ പാസ് ചെയ്തിട്ട് അത് ബോട്ടത്തിലുള്ള നല്ല ആഴത്തിലുള്ള ഏതെങ്കിലും ഹാർഡായിട്ടുള്ള സ്ട്രാറ്റിലെത്തുന്നവരെയോ അല്ലെങ്കിൽ റോക്കിലെത്തുന്നവരെയോ നമ്മൾ അതിനെ അടിച്ച് താത്തും. അല്ലെങ്കിൽ പല രീതിയിലുണ്ട്. അപ്പം പൈൽസ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഹാർഡ് സ്ട്രാറ്റ നമുക്ക് കിട്ടുന്നത് വരെ നമ്മളതിനെ താഴോട്ട് താത്തും. ഓക്കെ, അപ്പം ആ ഒരു ഫൗണ്ടേഷന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്, അതായത് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി കുറവാണെങ്കിലും നമ്മൾ ആ ഒരു സാഹചര്യത്തിലും ഹാർഡായിട്ടുള്ളൊരു സ്ട്രാറ്റം നമ്മൾ ഈ പൈൽസ് യൂസ് ചെയ്തിട്ട് കണ്ടെത്തുന്നുള്ളതാണ്. ഓക്കെ, pile foundations are mainly adopted when no firm bearing strata exist at any reasonable depth. അതായത് അധികം ആ സോയിൽ സർഫസിനോട് ചേർന്നിട്ട് അധികം ആഴത്തിൽ പോവാതെ എന്താണ് നല്ല ഫേം ആയിട്ടുള്ളൊരു സ്ട്രാറ്റ ഇല്ലെങ്കിൽ നമ്മളിവിടെ പൈൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾ ഓൾറെഡി അറിയുന്നതാണ്. നിങ്ങൾ അറിയുന്ന പോയിന്റ്സ് കൂടി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിലിപ്പം ഓരോ ഫൗണ്ടേഷനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ, ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻസ് ചോദിക്കുകയാണെങ്കിൽ അതിൽ എഴുതാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. നമുക്ക് അത്രേ ആവശ്യമുള്ളൂ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫിഗർ. അതിൻ്റെ ചുറ്റുമുള്ളതൊക്കെ നടുക്ക് കോളം, അതിൻ്റെ ചുറ്റുമുള്ളതൊക്കെ പൈൽസാണ്. ഓക്കെ, അതിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ, സെക്ഷൻ നോക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് പൈൽസ് കാണാം. അതിൻ്റെ മേലെ പൈൽ ക്യാപ്പ്. ഓക്കെ, പൈൽ ക്യാപ്പ് കോളത്തിന് പൈൽ ക്യാപ്പിലേക്കാണ് കോളം വരിക. അവിടെ നിന്നാണ് നമ്മുടെ പൈൽസ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഫൗണ്ടേഷൻ വെൽ ഫൗണ്ടേഷനാണ്. വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഡീപ്പ് ഫൗണ്ടേഷൻ തന്നെയാണ്. അതായത് അണ്ടർ വാട്ടറിൽ കൺസ്ട്രക്ഷൻ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ വെൽ ഫൗണ്ടേഷനാണ്. ഫോർ എക്സാമ്പിൾ ബ്രിഡ്ജിൻ്റെ ഫൗണ്ടേഷൻ ഒക്കെ നമ്മൾ വെൽ ഫൗണ്ടേഷൻ ആയിട്ടാണ് ചെയ്യുക. കാരണം അത് വാട്ടറിൻ്റെ അടിയിൽ വരുന്നതാണ്. ഇപ്പം ബ്രേക്ക് വാട്ടേഴ്സോ അങ്ങനെയൊക്കെ വരുന്ന ഡോക്സോ, അതായത് നമ്മൾ വെള്ളത്തിൽ ചെയ്യുന്ന കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻസ് വെൽ ഫൗണ്ടേഷൻസ് ആണ് മെയിനായിട്ട്. ഓക്കെ, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡീപ്പ് ഫൗണ്ടേഷൻ വിച്ച് ഈസ് ജനറലി പ്രൊവൈഡഡ് ബിലോ ദ വാട്ടർ ലെവൽ. These are mainly used for foundation of bridges and other structures under water. These foundations are large diameter foundations. അപ്പോൾ പൈൽ ഫൗണ്ടേഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ വളരെ കൂടുതലാണ്. ഓക്കെ, ജസ്റ്റ് എന്താണെന്നുള്ള മനസ്സിലാക്കിയാൽ മതി. ഇത് അണ്ടർ വാട്ടർ ഫൗണ്ടേഷനാണ്. അണ്ടർ വാട്ടറുള്ള സ്ട്രക്ചേഴ്സ്, ഫോർ എക്സാമ്പിൾ ബ്രിഡ്ജസും അതുപോലെ ഹാർബേഴ്സിൻ്റെ നിയറായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഡോക്സും അങ്ങനെയുള്ള കൺസ്ട്രക്ഷനിലൊക്കെ ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യുന്നത് വെൽ ഫൗണ്ടേഷനാണ്. ഓക്കെ, ഒരു ടേബിളും കൂടി നമുക്ക് നോക്കാം, ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനും അതെപ്പോഴാണ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഐസൊലേറ്റഡ് ഫുട്ടിങ്, അത് പ്രൊവൈഡ് ചെയ്യുന്നത് സിംഗിൾ കോളം ആണെങ്കിൽ. ഓക്കെ, സിംഗിൾ കോളം വരുമ്പോൾ നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിങ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുക. കമ്പൈൻഡ് ഫൂട്ടിങ് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു, രണ്ടോ അതിലധികമോ കോളംസ് വരുമ്പോൾ ഒരേ റോയിൽ വരുമ്പം, അതേപോലെ തന്നെ ആ ഇൻഡിവിജ്വൽ ഫൂട്ടിങ്സ് നമ്മൾ ആ കോളത്തിന് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യും, കമ്പൈൻഡ് ഫൂട്ടിങ്സ് പ്രൊവൈഡ് ചെയ്യും. അടുത്ത കണ്ടിന്യൂസ് ഫൂട്ടിങ്സ് ഓർ സ്ട്രിപ്പ് ഫൂട്ടിങ്. ഓക്കെ, അതെവിടെയാണ് പ്രൊവൈഡ് ചെയ്യുക? ലോഡ് ബെയറിംഗ് വാൾസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരേ റോയിൽ തന്നെ നമ്പർ ഓഫ് കോളംസ് വരുമ്പോൾ അല്ലേ, മെയിനായിട്ട് അതായത് ക്ലോസ് ആയിട്ട് നമ്പർ ഓഫ് കോളംസ് വരുമ്പോൾ, അല്ലെങ്കിൽ ലോഡ് ബെയറിംഗ് വാൾസ് വരുമ്പോൾ. ഓക്കെ, മെയിനായിട്ട് ലോഡ് ബെയറിംഗ് വാൾസ് വരുമ്പോഴാണ്. ആ ലോഡ് ബെയറിംഗ് വാൾസ് എന്ന് പറയുന്നത് ബ്രിക്ക് വാൾ ആവാം, അല്ലെങ്കിൽ RCC വാൾസ് ആവാം. ഓക്കെ, അടുത്ത സ്ട്രാപ്പ് ഫൂട്ടിങ്സ്. ഓൾറെഡി സ്ട്രാപ്പ് ഫൂട്ടിങ്ങിൻ്റെ കേസ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രാപ്പ് ഫൂട്ടിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയാണ്? ഇപ്പം ഏതെങ്കിലും ഒരു ഫൂട്ടിങ്ങിലേക്ക് എക്സെൻട്രിക്കലായിട്ട് ലോഡ് വരുവാണെങ്കിൽ അല്ലേ, അത് ചിലപ്പോൾ ടിൽറ്റായിട്ട് ഫെയിൽ ആകാനുള്ളൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കോളം ഫൗണ്ടേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും,
കോളത്തിൻ്റെ ഫൗണ്ടേഷനിലേക്ക് നമ്മൾ ബീം യൂസ് ചെയ്തിട്ട് ഈ ഒരു പർട്ടിക്കുലർ എക്സെൻട്രിക്കലിയോ അല്ലെങ്കിൽ ഹെവി ലോഡഡ് വരുന്ന ഫൗണ്ടേഷനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബീം വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ, അതായത് വേറൊരു ഫൗണ്ടേഷനിലേക്ക് നമ്മൾ ബീം വെച്ച് കണക്ട് ചെയ്യും. ആ കണക്ട് ചെയ്യുന്ന ബീമിന് പറയുന്നതാണ് സ്ട്രാപ്പ് അല്ലെങ്കിൽ സ്ട്രാപ്പ് ബീം എന്ന് പറയും. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന കേസിലാണ് നമ്മൾ സ്ട്രാപ്പ് ഫൂട്ടിങ്സ് യൂസ് ചെയ്യുക. ഓക്കെ, ഡിസ്റ്റൻറ്റ് കോളംസ് എസ്പെഷ്യലി വെൻ വൺ ഓഫ് ദം ഈസ് നിയർ ദ എഡ്ജ് ഓഫ് ദ പ്രോപ്പർട്ടി ഓർ പ്ലോട്ട്. അതായത് എക്സെൻട്രിക്കൽ ലോഡ് വരുമ്പം, അതായത് നിയർ ദ പ്ലോട്ട് എന്ന് പറയുമ്പം, നിയർ ദ എഡ്ജ് ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് ദ പ്ലോട്ട് എന്ന് പറയുമ്പം ആ ഒരു കേസിൽ നമുക്ക് എക്സെൻട്രിക്കൽ ലോഡ് വരുന്ന ഫൗണ്ടേഷനെ കൊടുക്കാൻ പറ്റുള്ളൂ, അങ്ങനത്തെ കേസ് വരുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് വൺ റാഫ്റ്റ് ഫൗണ്ടേഷൻ. ഇത് എപ്പോഴാണ് പ്രൊവൈഡ് ചെയ്യുക? ലോ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഉണ്ടാകുമ്പോൾ അല്ലേ. വെൻ ദ സോയിൽ ഹാസ് ലോ ബിയറിംഗ് കപ്പാസിറ്റി ആൻഡ് ഏരിയ ഓഫ് കമ്പൈൻഡ് ആൻഡ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ഈസ് മോർ ദാൻ 50% ഓഫ് ബിൽഡിംഗ് പ്ലാൻ. ഒന്ന് ലോ ബിയറിംഗ് കപ്പാസിറ്റി വരുമ്പം, വേറൊരു റീസൺ എന്ന് പറയുന്നത് അതായത് കമ്പൈൻഡിൻ്റെയും ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൻ്റെ ഒക്കെ ഏരിയ എന്ന് പറയുന്ന ആ ബിൽഡിംഗ് പ്ലാനിൻ്റെ 50% മേലെ വരുന്ന കേസ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു പർട്ടിക്കുലർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് 50% മേലെ അല്ലെങ്കിൽ ആ ബിൽഡിംഗ് പ്ലാനിനനുസരിച്ച് ഫുള്ളായിട്ട് തന്നെ ഈ ഒരു ടൈപ്പ് ഫൗണ്ടേഷൻ വരും. ഓക്കെ, ക്ലിയർ ആയോ? അതായത് നമ്മളിപ്പം ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങോ അല്ലെങ്കിൽ നോർമൽ ഫൂട്ടിങ് കൊടുക്കുമ്പോൾ അത് 50% മേലെ ആ ബിൽഡിങ്ങിൻ്റെ ഏരിയനേക്കാളും ഓട്ടത്തിൽ വരികയാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു പ്രൊവൈഡ് മാറ്റ് ഫൗണ്ടേഷൻ. ഓക്കെ, പൈൽ ഫൗണ്ടേഷൻസ് വെൻ ലോഡ്സ് ആർ ഹെവി പിന്നെ സോയിൽ ഹാസ് പുവർ ബെയറിംഗ് കപ്പാസിറ്റി. ഹെവി ലോഡ് വരുമ്പോൾ, മൾട്ടി സ്റ്റോറേജ് സ്ട്രക്ചേഴ്സ് ഒക്കെ വരുമ്പോൾ ഹെവി ലോഡ് വരും. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ബെയറിംഗ് കപ്പാസിറ്റിയും വളരെ കുറവാണെങ്കിൽ അവിടെ പൈൽ ഫൗണ്ടേഷൻസിലേക്ക് നമ്മൾ പോകും. അടുത്തത് വെൽ ഫൗണ്ടേഷൻസ്, അതായത് ഇപ്പോൾ പറഞ്ഞു അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻസ് ചെയ്യുമ്പോൾ ഫോർ ബ്രിഡ്ജസ് ഓർ അണ്ടർ വാട്ടർ ഫൗണ്ടേഷൻസ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.